യുവാക്കൾക്കും സ്ത്രീകൾക്കും 50% സീറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ്. ഇത് കോൺഗ്രസിൽ പ്രാവർത്തികമാകുന്ന ഒന്നാണോ? എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഈ മാനദണ്ഡം പാലിക്കപ്പെടാതെ പോയത്? മുതിർന്ന ഒരു കൂട്ടം നേതാക്കൾ മത്സരത്തിനായി കച്ചമുറുക്കുമ്പോൾ വാഗ്ദാനം വെറും വാക്കായി മാറുമോ? അങ്ങനെ പല ചോദ്യങ്ങളും മുന്നിലുണ്ട്. വിലയിരുത്തലുമായി TS ഹരികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹരി, പ്രഖ്യാപനം വന്നിട്ടുണ്ട്. പല യുവ നേതാക്കൾ ഉൾപ്പെടെ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെ ഇനി പ്രാവർത്തികമാകും? അങ്ങനെയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും മുന്നിലേക്ക് പോകുക എന്നുള്ളത് പ്രധാനമാണ്. എങ്ങനെയാണ് ചർച്ചകൾ പോകുന്നത് പാർട്ടിയിൽ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ഇക്വേഷൻ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് പൂർണ്ണമായും വിജയിച്ചില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതായത് യുവാക്കളെ പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവസാന നിമിഷമാണ് യുവാക്കളെയൊക്കെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ അതിനുശേഷം അതൊരു കാര്യമായ ഒരു വിജയത്തിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്നൊരു പാഠം പഠിച്ചുകൊണ്ട് അതിനുശേഷം പാർട്ടി ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതായത് യുവാക്കളോട് കൃത്യമായ ഒരു നിർദ്ദേശം നൽകി. ഓരോ മണ്ഡലത്തിലും ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയത്. ഒരു ഉദാഹരണമായി പാർട്ടി നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത് കരുനാഗപ്പള്ളി മോഡൽ എന്നുള്ളതാണ്. അതായത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം 2016 ഇലക്ഷൻ നടന്ന സമയത്ത് CR മഹേഷ് അവിടെ തോറ്റിരുന്നു. അതിനുശേഷം 2021 ആയപ്പോഴേക്കും അവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി നേർന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. പക്ഷെ അവിടെ CR മഹേഷ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു. അപ്പോൾ ജനങ്ങൾക്കിടയിൽ മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് മുന്നോട്ട് വരണം എന്നുള്ള നിർദ്ദേശമാണ് പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്നത്. ഓരോ യുവാക്കളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി നേതൃത്വം സ്വീകരിക്കുമ്പോൾ അവർ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ കൂടി സ്വീകരിക്കണം. അത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടാവണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ, അതായത് ഇത് നേരത്തെ ഉള്ള ഒരു ഹൈക്കമാൻഡിന്റെ ഒരു ഡയറക്ഷനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രവർത്തനം യുവാക്കൾക്കിടയിലും വനിതകൾക്കിടയിലും ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം VD സതീശൻ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം, അദ്ദേഹത്തിന്റെ ഒരു നയം വ്യക്തമാക്കിയിരിക്കുന്നത്.